സംസ്ഥാനത്ത് റേഷൻ വിതരണ പ്രതിസന്ധി തുടരുന്നു. ഭക്ഷ്യമന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി. വാതിൽപ്പടി വിതരണക്കാർക്ക് കുടിശ്ശിക പണം ലഭിക്കാതെ ആയതോടെ റേഷൻ കടകൾ മിക്കതും കാലിയായി. വടക്കൻ കേരളത്തിലാണ് പ്രതിസന്ധിയേറെ. വ്യാപാരം നടക്കാത്തത് തിരിച്ചടിയെന്ന് വ്യാപാരികളും പറയുന്നു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാനത്ത് റേഷൻ വിതരണ പ്രതിസന്ധി തുടരുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാതിൽപ്പടി വിതരണക്കാർക്ക് കുടിശ്ശിക പണം ലഭിക്കാതായതോടെ റേഷൻ കടകൾ മിക്കതും കാലിയായി. അതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ കുടിശ്ശിക തുക ഉടൻ വീട്ടും എന്നാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്, കുടിശ്ശിക പണം നൽകാത്തത്? ഇത്തരമൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രിയുടെ വാക്കിനപ്പുറത്തേക്ക് ഇത് ഏതാണ്ട് 50 കോടി രൂപ സിവിൽ സപ്ലൈസ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്, സപ്ലൈക്കൊക്കെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ പറയുന്ന രീതിയിലുള്ള റേഷൻ വിതരണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികളായി മാറുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. 10 ദിവസമായിരിക്കുന്നു. 2 മാസത്തെ കുടിശ്ശിക പണമെങ്കിലും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. പക്ഷെ അത് ഇതുവരെ ഈ പറയുന്ന വാതിൽപ്പടി വിതരണക്കാർക്ക് ലഭ്യമായിട്ടില്ല. അതോടുകൂടി അവർ സമരം തുടരുകയാണ്. ഏതാണ്ട് വടക്കൻ കേരളത്തിലെ ഏതാണ്ട് എല്ലാ റേഷൻ കടകളിലും ഈ സാധനങ്ങൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. റേഷൻ വ്യാപാരികളും പറയുന്നത് അത് തന്നെയാണ്. റേഷൻ കടകൾ മിക്കതും കാലിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിതരണം നടത്താൻ കഴിയാത്തത് അവരെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മറ്റൊരു വശം കൂടി ഇതിനൊന്ന് കാണേണ്ടതുണ്ട് രോഹിണി. കാരണം കാലവർഷം എത്തിക്കഴിഞ്ഞു. പല ജില്ലകളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. വലിയ മഴ വരുന്നു. ഈ മഴക്കാലത്ത് സാധാരണക്കാരായ മനുഷ്യർക്ക് ജോലി പോയി ദിവസേന ജോലിക്ക് പോയി കുടുംബം പോറ്റാനുള്ള വക പോലും ലഭ്യമാകാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് റേഷൻ വിതരണം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതോടുകൂടി ആ വഴിക്കും അവർക്ക് ലഭ്യമാകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് പട്ടിണിക്ക് പോലും കാരണമാകാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഏതാണ്ട് പല കടകളിൽ ഇപ്പോൾ നമ്മൾ വിളിച്ചന്വേഷിക്കുന്ന റേഷൻ വ്യാപാരികളൊക്കെ പറയുന്നത് ചില കടകളിൽ 1-2 വസ്തുക്കൾ മാത്രമാണ് ബാക്കിയുള്ളത്. 1-2 ഐറ്റങ്ങൾ മാത്രമാണ് ഈ 4 വസ്തുക്കൾ കൊടുക്കാനുള്ളതിൽ 1-2 ഐറ്റങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റെല്ലാം തീർന്നിരിക്കുന്നു. ചില കടകളിലാകട്ടെ ഏതാണ്ട് എല്ലാ ഭക്ഷ്യവസ്തുക്കളും കാലിയായിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. റേഷൻ വ്യാപാരികൾ പലതവണ സർക്കാരിനെയും മന്ത്രിമാരെയും ഒക്കെ വിളിച്ച്, പാർട്ടി പ്രതിനിധികളെ വരെ വിളിച്ച് ഈ വിഷയം സൂചിപ്പിച്ചിട്ട് കൂടി ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ റേഷൻ വിതരണ മേഖല പോവുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. റേഷൻ കടകൾ പൂർണ്ണമായും അടച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.